ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗിന്റെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് CUET UG 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, അതൊരു ബ്ലഡ് റിലേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. പോയിന്റിംഗ് ടു എ മാൻ, എ ലേഡി സെഡ്. അപ്പൊ ഒരു മാനിനെ പോയിന്റ് ചെയ്തിട്ട് ആരാ പറയുന്നത്? ഒരു ലേഡി പറയാണ്, ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ദ ലേഡി റിലേറ്റഡ് ടു ദി മാൻ? വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പറയുന്നതൊക്കെ ആ ലേഡിയാണ്. ഓക്കെ, ആ ഒരു മാനിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരു മാനിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ലേഡി പറയുന്ന കാര്യം നോക്കുക, ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ ആരെന്നെയാണ്? ആ ഒരു ലേഡി തന്നെയാണ്, അല്ലെ? ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ എന്ന് പറയുന്നത് ആ പറയുന്ന ഈ ഒരു ലേഡി തന്നെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. അയാൾ എന്താണ്? ഹിസ് മദർ, ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ മദർ ആണെന്നാണ് പറയുന്നത്. അപ്പോ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈ ഒരു ലേഡിയുടെ മകനാണ് തീർച്ചയായിട്ടും ആ ഒരു മാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, വളരെ ഈസി ആയിട്ടുള്ള റിലേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ ഈസ് ദ ലേഡി റിലേറ്റഡ് ടു മാൻ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ മാന്റെ മദർ ആണ് ആ ലേഡി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. വളരെ ഈസിയാണ്. ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ലേഡിയാണ് അദ്ദേഹത്തിന്റെ മദർ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ ഈസി ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോൺ വെർബൽ റീസണിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ ഫോളോയിങ് 4 ഓപ്ഷൻസ് ഇൻ വിച്ച് ദി പ്രോബ്ലം ഫിഗർ ഈസ് എംബഡഡ്. അപ്പോ എംബഡഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ടാവും. ആ സെയിം ഫിഗർ തന്നിരിക്കുന്ന 4 ആൻസർ ഫിഗറിൽ ഏതിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫിഗർ ഈ ഒരു രീതിയിലാണ്, അല്ലെ? ഈ ഒരു രീതിയിൽ. അപ്പൊ ഇതേ ഷേപ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ ഫിഗറിലും വരണം. അങ്ങനെയാണെങ്കിൽ അത് ഏതിലാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഓപ്ഷൻ എ നോക്കുന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ട്, അല്ലെ? ഓപ്ഷൻ എ നോക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ എ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളത്. ഓപ്ഷൻ ബി ജസ്റ്റ് നോക്കാം, ഇവിടെ കറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഓപ്ഷൻ ബി നമ്മുടെ ആൻസർ ആവില്ല. ഓപ്ഷൻ സി നോക്കാം, ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ വന്നു, പിന്നെ ഇവിടെ വേറെ ലൈനായിട്ടാണ് വരുന്നത്. നമുക്ക് ആ രീതിയിലല്ല, നമുക്ക് ഈ രീതിയിൽ ഒറ്റ ലൈനായിട്ട് തന്നെ അത് വരേണ്ടതായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് അവിടെയും കറക്റ്റ് ആയിട്ട് ആ ഒരു ഫിഗർ വരുന്നില്ല. ഓപ്ഷൻ എ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു 10 സെക്കൻഡ്സ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. നോക്കാം. ഒരു സീരീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഫിൽ അപ്പ് ദി ഗ്യാപ്പ് വിത്ത് പ്രോപ്പർ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ്. അപ്പോ ഒരു 3 ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഒരു ഗ്രൂപ്പ് ഏതാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എന്തോ റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഏതോ ഒരു തരത്തിലായിരിക്കും ആ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടാവുക. അത് ഏത് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ നാലാമത്തെ ഒരു ഗ്രൂപ്പിനെ കണ്ടെത്തുന്നു. ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. IKM, ഓക്കെ, JLN, നെക്സ്റ്റ് KMO. എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റർ ആണ് നോക്കുക. I, നെക്സ്റ്റ് J, നെക്സ്റ്റ് K, IJK. അപ്പൊ അടുത്ത ഏതായിരിക്കും? L ആയിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും L കൊണ്ട് തുടങ്ങുന്ന ഒരു ആൻസർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം, അത് തന്നെയാണെന്ന് കൺഫേം ചെയ്യാം. പക്ഷെ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? കൺഫേം ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് L വെച്ചിട്ട് 2 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് ഷുവർ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. KLM എന്നായിരിക്കും. ഓക്കെ, MNOP ആയിരിക്കും. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. LNP. വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. നോക്കാം. 5 സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? ഒരു സർക്കുലർ അറേഞ്ച്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 5 സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ. ഞാൻ ആദ്യം തന്നെ ഒരു സർക്കിൾ വരക്കാണ്. നോക്കിക്കോ, ഒരു സർക്കിൾ ഞാൻ വരച്ചു. 5 ആളുകളാണുള്ളത്. 1 2 3 4 5. ഓക്കെ അല്ലേ? ആൻഡ് ഓൾ ആർ ഫേസിംഗ് ടു ദി സെന്റർ ഓഫ് ദി സർക്കിൾ. അപ്പോ ഉൾവശത്തേക്ക്, ഇപ്പൊ എക്സാമ്പിൾ ഒരു വട്ടമേശ സമ്മേളനം നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു മീറ്റിംഗ് കൂടാന്ന് വിചാരിച്ചോ. ഒരു റൗണ്ട് ടേബിളിന്റെ ചുറ്റുമായിട്ട് ഒരു മീറ്റിംഗ് കൂടാണ്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി എന്താണ്? ഇരിക്കുകയാണ്. അല്ലെങ്കിൽ സെന്ററിൽ ഫേസ് ചെയ്തിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. നോക്കാം. അഭിനവ് ഈസ് ബിറ്റ്വീൻ അലോക് ആൻഡ് അങ്കുർ. അപ്പൊ നോക്കിക്കോ, അലോക് ആൻഡ് അങ്കുർ, അലോക് ഓർ അങ്കുർ. ഓക്കെ, അതിന്റെ ഇടയിലായിട്ട് ആര് വരുന്നുണ്ട്? അഭിനവ്, അഭിനവ്. ഓക്കെ, ഇവിടെയും അലോക് ഓർ അങ്കുർ. 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ അലോക് വരാം, നടുവിൽ ആരെന്നാണ്? അഭിനവ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ ആര് വരും? അങ്കുർ വരും. ഈ നേരെ തിരിച്ചു ആവാം. റൈറ്റ് സൈഡിൽ അലോക് വരാം, ലെഫ്റ്റ് സൈഡിൽ ആരായിരിക്കും? അങ്കുർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കാര്യം പറയുന്നത്
അപൂർവ ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് അഭിഷേക്. ഓക്കെ, അഭിഷേകിന്റെ നേരെ ലെഫ്റ്റില്. ഇവിടെ അഭിനവാണ്, ഞാൻ വി എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ അഭിഷേക് ആണ്, അപ്പൊ ഞാൻ കെ എന്ന് കൊടുക്കുന്നുണ്ട്. അഭിഷേക് നോക്കുക, അപൂർവ ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് അഭിഷേക്. അപ്പൊ ഇവിടെ അപൂർവ വന്നു. ഓക്കെ അല്ല? അപ്പൊ വളരെ ഈസിയാണ്, നമ്മൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫിഗറിൽ കൊടുക്കാനായിട്ടില്ല, പക്ഷെ ഈ ഒരു പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് ഫിഗറിൽ കൊടുക്കാം. കാരണം സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ആ രണ്ട് വ്യക്തികൾ എന്ത് ചെയ്യാം, ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്തായാൽ മതി, അഭിഷേകിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അപൂർവ വന്നാൽ മതിയാവും. ഓക്കെ ആണല്ലോ? അപ്പൊ ആ രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ അഭിഷേകിനെ പ്ലേസ് ചെയ്തു, അഭിഷേക്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആര് വരും? അപൂർവ വരും, അപൂർവ. ഓക്കെ, അലോക് ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് അപൂർവ. അപൂർവന്റെ ലെഫ്റ്റിലായിട്ടാണ് അലോക് ഉള്ളത്. അപ്പൊ അപൂർവന്റെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ അലോക് വരും അല്ലെ? ഇനി അലോകിന്റെയും അതുപോലെ തന്നെ അങ്കുറിന്റെയും ഇടയിലായിട്ട് അഭിനവ് വരുന്നുണ്ട്. അപ്പൊ ഒന്നിരിക്കെ അങ്കുർ ഇവിടെ വരണം, പക്ഷെ അവിടെ ഓൾറെഡി ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്കുറിന് വരാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെയാണ്. അവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് ആര് വരുന്നുണ്ട്? അഭിനവ് വരും അല്ലെ? അഭിനവ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു അഞ്ചാളുടെ അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു അഭിനവ് ഓൺ ഹിസ് റൈറ്റ്? അപ്പൊ അഭിനവിന്റെ തൊട്ട് റൈറ്റിൽ ആരാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് അഭിനവ്. അഭിനവ് ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇതാണ് അഭിനവിന്റെ റൈറ്റ്, ഇതാണ് അഭിനവിന്റെ ലെഫ്റ്റ്. അഭിനവിന്റെ റൈറ്റിൽ ഇരിക്കുന്നത് മറ്റാരുമല്ല, അലോക് ആണ്. ഓപ്ഷൻ 4 അലോക് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ദ ആംഗുലാർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 1 hour 20 minutes. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ക്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മണിക്കൂർ 20 മിനിറ്റില് ഒരു മിനിറ്റ് ഹാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരു ഹവർ ആവുന്ന സമയത്ത് ഈ 12-ൽ നിന്നും തുടങ്ങി ഒരു ഹവറിൽ ടോട്ടൽ ഫുള്ള് കറങ്ങിയിട്ട് വരും. ദാറ്റ് മീൻസ് 360. ഒരു ഹവറിൽ എന്തായാലും 360 വരും. ഇത് 1 hour 20 മിനിറ്റ് ഉണ്ട്. അപ്പോ ഒരു ഹവറിന്റെ എത്ര ഭാഗമാണ്? തീർച്ചയായിട്ടും 20 മിനിറ്റ്. 1/3 അല്ലേ? 60 മിനിറ്റ് ആണ് ഒരു ഹവർ. അപ്പൊ അതിന്റെ 1/3 ആണല്ലോ തീർച്ചയായിട്ടും 20 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 360-നെ 3 ഭാഗമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 120 കിട്ടും. അപ്പൊ 360-ലേക്ക് 120 ആഡ് ചെയ്യുന്ന സമയത്ത് 480 ഡിഗ്രി തീർച്ചയായിട്ടും 1 മണിക്കൂർ 20 മിനിറ്റില് മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ 2 480 ഡിഗ്രി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പാ? സിലോജിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഓൾ ചിൽഡ്രൻ ആർ സ്റ്റുഡൻസ്. നോക്കാം, ഓൾ ചിൽഡ്രൻ ആർ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ഇത് ചിൽഡ്രനെ സൂചിപ്പിക്കുന്നു, ഇത് സ്റ്റുഡൻസിനെ സൂചിപ്പിക്കുന്നു. പുറത്തുള്ളത് സ്റ്റുഡൻസിനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഓൾ സ്റ്റുഡൻസ് ആർ പ്ലേയേഴ്സ്. അപ്പൊ ഞാൻ ഇതിമ തന്നെ വരക്കാണ്. ഇനി വേറെ തന്നെ ആക്കി വരക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വേറെ പോസിബിലിറ്റീസ് ഒന്നും അവിടെ വരാനില്ല. ഓക്കെ, ഓൾ സ്റ്റുഡൻസ് ആർ പ്ലേയേഴ്സ്. ഓക്കെ ആണല്ലോ? എന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഫിഗർ ഞാൻ വരച്ചു കഴിഞ്ഞു. എന്റെ കൺക്ലൂഷനിലോട്ട് ഞാൻ വരികയാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ, ഓൾ സ്റ്റുഡൻസ് ആർ ചിൽഡ്രൻ. എല്ലാ സ്റ്റുഡൻസും ചിൽഡ്രൻ ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഏരിയയിലുള്ളത് സ്റ്റുഡൻസ് ആണ്, പക്ഷെ അവരെന്താണ്? ചിൽഡ്രൻ ആണോ? തീർച്ചയായിട്ടും അല്ല. ദാറ്റ് മീൻസ് എല്ലാ സ്റ്റുഡൻസും എന്തല്ല? ചിൽഡ്രൻ അല്ല. നേരെ തിരിച്ചു പറഞ്ഞാണെങ്കിൽ ഓക്കെ, എല്ലാ ചിൽഡ്രനും സ്റ്റുഡൻസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. കാരണം എന്താ വെച്ചാൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന വലിയ കോളത്തിനുള്ളിലാണ് തീർച്ചയായിട്ടും ചിൽഡ്രൻ എന്ന് പറയുന്ന ചെറിയ കോളം വരുന്നത്. ദാറ്റ് മീൻസ് എല്ലാ ചിൽഡ്രനും എന്താണ്? സ്റ്റുഡൻസ് ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ സ്റ്റുഡൻസും ചിൽഡ്രൻ ആണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം എന്താണ്? തെറ്റാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കൺക്ലൂഷൻ 1 റോങ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കൺക്ലൂഷനിലോട്ട് നമ്മൾ പോവാണ്. ഓൾ ചിൽഡ്രൻ ആർ പ്ലേയേഴ്സ്. എല്ലാ ചിൽഡ്രനും പ്ലേയേഴ്സ് ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പ്ലേയേഴ്സ് എന്ന വലിയ കോളത്തിനുള്ളിലാണ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ സർക്കിൾ വരുന്നത്. ദാറ്റ് മീൻസ് എല്ലാ ചിൽഡ്രനും എന്ത് തന്നെയാണ്? പ്ലേയേഴ്സ് തന്നെയാണ്. ആ ഒരു കൺക്ലൂഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ കൺക്ലൂഷൻ 2 മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഓപ്ഷൻ 2 ഓൺലി 2 ഫോളോസ് എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഡയറക്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് റൺസ് 4 kilometers ടു ഈസ്റ്റ് സൈഡ്. അപ്പൊ ഇതാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. ഈസ്റ്റ് സൈഡിലോട്ട് എത്ര ട്രാവൽ ചെയ്യാണ്? ഒരു 4 kilometers ട്രാവൽ ചെയ്യാണ്. ദെൻ ടേൺ റൈറ്റ് സൈഡ് 6 kilometers. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡിലോട്ട് ഒരു 6 kilometers ട്രാവൽ ചെയ്യാണ്. ദെൻ ടേൺസ് ലെഫ്റ്റ് സൈഡ് റൺസ് 8 kilometers. അപ്പൊ നോക്കാം, ലെഫ്റ്റിലോട്ട് വീണ്ടും ഒരു 8 kilometers ട്രാവൽ ചെയ്യാണ്. അഗൈൻ ടേൺ ലെഫ്റ്റ് ടു റൺ 3 kilometers. വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്തിട്ട് ഒരു 3 kilometers, അതായത് ഏകദേശം ഇതിന്റെ ഒരു ഹാഫ് ആയിട്ട് വരും അല്ലെ? 3 kilometers. ഇവിടെ 6 ആണ്, അതിന്റെ ഒരു ഹാഫ് ആയിട്ട് 3 kilometers. അഗൈൻ ടേൺ ലെഫ്റ്റ് ആൻഡ് റൺ 4 kilometers. ഓക്കെ, ഇനി ഓൾമോസ്റ്റ് ഒരു 4 kilometers ട്രാവൽ ചെയ്യും. ഓക്കെ, ദെൻ ടേൺ റൈറ്റ് 1 kilometers. ഇനി മുകളിലോട്ട് ഒരു 1 kilometers. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നൗ ദ ബോയ് അറ്റ് വിച്ച് ഡിറക്ഷൻ? ഏത് ഡിറക്ഷനിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഏത് ഡിറക്ഷനിലാണ്? അപ്പൊ നോക്കാം, മുന്നിലേക്കാണ് അല്ലെങ്കിൽ മുകളിലേക്കാണ്?
നമ്മളെപ്പോഴും ഒരു പേപ്പറിന്റെ മുകൾ ഭാഗമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന എപ്പോഴും എന്തിനാണ്, നോർത്തിനാണ്. ഈ സൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ വെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ മുകളിലേക്കാണ്, ദാറ്റ് മീൻസ് ഏത് സൈഡാണ്, നോർത്ത് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. നോക്കാം. ചൂസ് ദി ഓൾട്ടർനേറ്റീവ് ഫിഗർ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ പ്രോബ്ലം ഫിഗർ. അപ്പൊ ഇതും ഒരു എംബഡഡ് ഫിഗർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൽ വരാൻ കഴിയുന്ന അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആൻസർ ഫിഗർ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഓരോ ആൻസർ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഈ ഒരു പ്രോബ്ലം ഫിഗറിൽ അത് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് നോക്കുന്നത്. അപ്പോ ഫസ്റ്റ് ഈ ഒരു ഫിഗർ ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു ഫിഗർ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഒന്നിക്കെ ഇങ്ങനെ വരണം, ഇതിന്റെ സെന്റർ കൂടി ലൈൻ വരണമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരണമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ലൈൻ വരണമായിരുന്നു. അങ്ങനെയൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഓപ്ഷൻ പോസിബിൾ അല്ല. ഇവിടെ തേർഡ് ഓപ്ഷൻ പോസിബിൾ ആണോ എന്നുള്ള ജസ്റ്റ് നോക്ക്. ഇവിടെ ഈ ഒരു രണ്ട് ലൈൻസ് ഇങ്ങനെ വരണമായിരുന്നു അല്ലെ, അതായത് ഈ ഒരു കോർണർ കൂടി രണ്ട് ലൈനും വരണമായിരുന്നു. പക്ഷെ ആ രീതിയിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെയും ആ ഒരു ലൈൻ പോസിബിൾ അല്ല. നെക്സ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക. ലാസ്റ്റ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് അതും തീർച്ചയായിട്ടും എന്തല്ല, നമുക്ക് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ ബി, തീർച്ചയായിട്ടും ഈ ഒരു ഫിഗർ നോക്കുക, അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കൊടുത്തിട്ടുള്ളത്. വെൻ ഡയഗ്രാമിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, വിച്ച് നമ്പർ ലൈസ് ഇൻസൈഡ് ഓൾ ദ ഫിഗേഴ്സ്. എല്ലാ ഫിഗറിലും കൂടി കമ്പൈൻ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? അപ്പൊ ട്രയാങ്കിളിന്റെ ഉള്ളിലും സർക്കിളിന്റെ ഉള്ളിലും കൂടി വരുന്നത് ഏതൊക്കെയാണ്? 5ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട്. ഓക്കെ, ഇനി സർക്കിളിലും അതുപോലെ തന്നെ ഈ റെക്ടാങ്കിളിന്റെ ഉള്ളിലും കൂടി വരുന്നത് ഏതൊക്കെയാണ്? 2ഉം അതുപോലെ തന്നെ 1ഉം വരുന്നുണ്ട്. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2 മാത്രമാണ് അല്ലെ, ഈ ഒരു സെന്ററിലുള്ള 2 മാത്രമാണ്. അത് ട്രയാങ്കിളിലും ഉണ്ട്, സർക്കിളിലും ഉണ്ട്, അതുപോലെ തന്നെ റെക്ടാങ്കിളിലും ഉണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് 5 സെക്കൻഡ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന, 5 സെക്കൻഡ് വേണ്ട, ജസ്റ്റ് നോക്കാം, ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 18th February 1997 fell on Tuesday. നോക്കാം, 18 February 1997 ഏതാ ദിവസം? ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദി ഡേ ഓൺ 18th February 1999? ഓക്കെ, ഇത് ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയോ, ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ലീപ് ഇയറിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, 1997 ലീപ് ഇയർ അല്ല, 98 ലീപ് ഇയർ അല്ല, 99 എന്തല്ല, ലീപ് ഇയർ അല്ല, 96 ഒരു ലീപ് ഇയർ ആണ്, 2000 ഒരു ലീപ് ഇയർ ആണ്. അത് രണ്ടും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഈ പിക്ചറിലേക്ക് വരുന്നില്ല. ലീപ് ഇയറിന്റെ കൺസെപ്റ്റ് വേണ്ട. ലീപ് ഇയർ അല്ലാത്ത ഒരു ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 1 ഓഡ് ഡേ മാത്രമാണ്. അപ്പോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 18 ഫെബ്രുവരി 1997 ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 18 ഫെബ്രുവരി 1998 എത്രയായിരിക്കും? ട്യൂസ്ഡേയിൽ നിന്ന് ഒരു ഓഡ് ഡേ കൂട്ടുക, ദാറ്റ് മീൻസ് വെനസ്ഡേ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 18 ഫെബ്രുവരി 1999 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വെനസ്ഡേയിൽ നിന്ന് വീണ്ടും ഒരു ഓഡ് ഡേ കൂട്ടുക, ദാറ്റ് മീൻസ് തേഴ്സ്ഡേ ആയിരിക്കൂലെ നമ്മുടെ ആൻസർ, ആയിരിക്കൂലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 തേഴ്സ്ഡേ ആയിരിക്കും റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ സെഷൻ ആയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.